ഞാനിന്ന് യാത്ര ചെയ്യുന്നത് UAEയുടെ തന്നെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനുകളിൽ ഒന്നിലേക്കാണ്. ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക്. ടൂറിസ്റ്റുകളുടെയും വിശ്വാസികളുടെയും ഏറ്റവും വലിയൊരു ഹബ്ബ് തന്നെയാണ് ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, അതുകൊണ്ട് 2-3 ഭാഗങ്ങളായിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക് സ്ഥിതി ചെയ്യുന്നത് അബുദാബിയിലാണ്. അബുദാബിയിലെ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ഷെയ്ഖ് സായദ് മോസ്ക്. ബസ് സ്റ്റേഷനിൽ നിന്നും 94 നമ്പർ ബസ്സാണ് ഷെയ്ഖ് സായദ് മോസ്കിലേക്കുള്ളത്. അത് മോസ്കിലേക്കുള്ള ഡയറക്റ്റ് ബസ്സാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ താജ്മഹലിൻ്റെ ഒരു രൂപസാദൃശ്യം തോന്നുന്നുണ്ട്. ഇവിടേക്കുള്ള എൻട്രി തികച്ചും ഫ്രീ ആണ്. ഈ കാണുന്ന ബസ്സാണ് അബുദാബി ബിഗ് ബസ്. അബുദാബി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആ ഡബിൾ ഡക്കർ ബസ്. 100 ദിർഹമാണ് അതിൻ്റെ ചാർജ്. അബുദാബിയിലെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും അത് പോകുന്നുണ്ട്. മോസ്കിലേക്കുള്ള എൻട്രി അണ്ടർഗ്രൗണ്ടിലൂടെയാണ്. ആ കാണുന്ന ഡോമാണ് ബേസ്മെൻറ്റിലേക്കുള്ള എൻട്രൻസ്. പണ്ടൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലൂടെ തന്നെ മോസ്കിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെയും അതുപോലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഇത്തരത്തിലുള്ള എൻട്രൻസുകൾ. ഇവിടെ എൻട്രി ഫ്രീ ആണെങ്കിലും അകത്ത് കടക്കുവാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് കിട്ടും. ആദ്യം ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം. അതിൽ നമ്പർ ഓഫ് വിസിറ്റേഴ്സ്, നാഷണാലിറ്റി, ഇമെയിൽ ID, ഫോൺ നമ്പർ അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്കൊരു QR കോഡ് കിട്ടും. അതാണിത്. സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗമായി ഈ QR കോഡ് പല സ്ഥലത്തും നമുക്ക് ആവശ്യമായി വരും. ഇന്നൊരു ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതാണ് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള എൻട്രൻസ്. 2007 ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്കിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. 1994 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 13 വർഷമെടുത്തു ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പണികൾ പൂർത്തിയാവാൻ. കൺസ്ട്രക്ഷൻ്റെ ചെലവായി വന്നത് $545 മില്യൺ ആണ്. ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം അത് 46,000 കോടിയോളം രൂപ വരുന്നുണ്ട്. 30 ഏക്കറോളം പരന്നു കിടക്കുന്ന ഈ ഷെയ്ഖ് സായദ് മോസ്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. UAEയിലെ ഏറ്റവും വലിയ മോസ്കാണ് ഷെയ്ഖ് സായദ് ഗ്രാൻഡ് മോസ്ക്. ഇത്തരത്തിലുള്ള പല ഫിഗേഴ്സ് ആൻഡ് ഫാക്ടേഴ്സ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പടിക്കാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇവിടുന്ന് ബേസ്മെൻറ്റിലേക്ക് പോകാൻ 2 വഴികളാണുള്ളത്. ഒന്ന് എസ്കലേറ്ററും മറ്റേത് ലിഫ്റ്റും. ഞാൻ എസ്കലേറ്റർ ചൂസ് ചെയ്തു, നേരെ താഴേക്ക് വന്നു. ഒരു ഷോപ്പിംഗ് മാൾ പോലെയാണ് ഇവിടുത്തെ ബേസ്മെൻറ്റ്. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേയിങ് ഏരിയ ആണിത്. കുട്ടികളെ എൻഗേജ്ഡ് ആക്കാനുള്ള എല്ലാ ഗെയിംസും ഇവിടെയുണ്ട്. റെസ്റ്റോറൻറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ, മെഡിക്കൽ ഷോപ്പ്, തുണിക്കടകൾ, അങ്ങനെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇവിടെ ഡ്രസ് കോഡ് നിർബന്ധമാണ്.
ഇതാണ് ഇവിടുത്തെ ഡ്രസ് കോഡുകൾ. പണ്ടൊക്കെ ഇവിടെ വരുന്ന ലേഡി വിസിറ്റേഴ്സിന് പർദ്ദ ഇവിടുന്ന് തന്നെ ഇടാൻ കൊടുക്കുമായിരുന്നു. മോസ്ക് വിസിറ്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ചു കൊടുക്കേണ്ടതായിരുന്നു. എന്നാൽ കൊറോണയ്ക്ക് ശേഷം ആ ഒരു രീതി ഇവിടെ പൂർണ്ണമായി ഒഴിവാക്കിയിരുന്നു. ഇവിടുത്തെ ഷോപ്പുകളിലൊക്കെ ആ ഡ്രസ് കോഡ് അവൈലബിൾ ആണ്, എന്നാൽ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ആളുകൾ ആ തരത്തിലുള്ള ഡ്രസ് കോഡുകൾ ഫോളോ ചെയ്തു വരുന്നത് നന്നായിരിക്കും. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കപ്പ് ഏരിയ. മെയിനായിട്ടും അവർ ചെക്ക് ചെയ്യുന്നത് ഡ്രസ് കോഡ് തന്നെയാണ്. അതിനുശേഷം QR കോഡും ചെക്ക് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് സെക്യൂരിറ്റി ചെക്കപ്പ് കഴിഞ്ഞ് ഞാൻ ഉള്ളിലേക്ക് കടന്നു. ബേസ്മെൻറ്റിലൂടെ ഏകദേശം 1.5 കിലോമീറ്ററോളം സഞ്ചരിക്കണം മോസ്കിലേക്ക് എത്തിച്ചേരാൻ. വളരെ മനോഹരമായ കൺസ്ട്രക്ഷൻ. 4 വർഷത്തോളം ആയതേ ഉള്ളൂ ഈ ബേസ്മെൻറ്റ് നിർമ്മാണം പൂർത്തിയായിട്ട്. ഇവിടെ ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ ഒരു മിനിയേച്ചർ കാണാൻ പറ്റും. എന്ത് മനോഹരമായിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിലും മനോഹരമാണ് നേരിട്ട് കാണുവാൻ. 30 ഏക്കറോളം ഭൂമിയിൽ പരന്നു കിടക്കുന്ന ഒരത്ഭുതം. ലോകത്ത് മറ്റൊരിടത്തു കൂടി ഇതേ കൺസ്ട്രക്ഷൻ ഡിസൈനിലുള്ള ഒരു മോസ്ക് ഉണ്ട്. അത് മറ്റൊരു മുസ്ലിം കൺട്രിയായ ഇന്തോനേഷ്യയിലെ സുറക്കാർത്തയിലാണ്. ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തത് UAEയുടെ ഫാദർ ഓഫ് ദ നാഷനായ ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാനാണ്. വാസ്തുവിദ്യയുടെയും കലയുടെയും ചരിത്രപരവും ആധുനികവുമായ മൂല്യങ്ങളുമായി ഇസ്ലാമിക ലോകത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ഘടന സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ വലിയ വിഷൻ്റെ ഭാഗമായി ഉയർന്നു വന്നതാണ് ഷെയ്ഖ് സായിദ് മോസ്ക്. അദ്ദേഹം 2004 മരണപ്പെട്ടുവെങ്കിലും പിന്നീട് 2007 ഉദ്ഘാടനം കഴിഞ്ഞ് ഇത് ലോകത്തിനു വേണ്ടി തുറന്നു കൊടുക്കുകയായിരുന്നു. ഇതൊക്കെ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. നല്ല ട്രഡീഷണൽ ലൈറ്റുകൾ. ഇവിടെ വീണ്ടും ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് ഉണ്ട്. ഇവിടെ സ്ക്രീനിങ് മെഷീനുകൾ യൂസ് ചെയ്താണ് സെക്യൂരിറ്റി ചെക്കപ്പ്. ഇതാണ് ടോളറൻസ് പാത്ത്, അല്ലെങ്കിൽ സഹനത്തിൻ്റെ വഴി, അല്ലെങ്കിൽ സഹിഷ്ണുതയുടെ പാത. ഇവിടെ അത് 10 ലാംഗ്വേജിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദിയിലില്ലാത്തത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ഈ ഒരു പാതയിലൂടെ ഏകദേശം 1 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഷെയ്ഖ് സായിദ് മോസ്കിലെത്താൻ പറ്റും. സഹനത്തിൻ്റെ പാതയാണെങ്കിലും എസ്കലേറ്റർ വഴിയും ക്ലബ് കാർ വഴിയും ഈ 1 കിലോമീറ്റർ താണ്ടി നമുക്ക് അവിടേക്ക് എത്താൻ പറ്റും. പോകുന്ന വഴിയിലെല്ലാം ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുമരുകൾ നമുക്ക് കാണാൻ പറ്റും. ഷെയ്ഖ് സായിദ് മോസ്കിൻ്റെ വിവിധ ആംഗിളുകളിലുള്ള മനോഹരമായ ചിത്രങ്ങളൊക്കെയാണ് പലതും. അതുകൂടാതെ സ്പെഷ്യൽ മെമ്മറീസ്, ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള വിശിഷ്ട വ്യക്തികൾ സന്ദർശിച്ച ഫോട്ടോകൾ, ഇതൊക്കെ ഈ ചുമരുകളിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ മോസ്ക് ഡിസൈൻ ചെയ്തത് ഒരു സിറിയൻ ആർക്കിടെക്റ്റിൻ്റെ അണ്ടറിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് യൂസഫ് അബ്ദേൽക്കി. ഏകദേശം 13 വർഷമെടുത്തു ഈ നിർമ്മാണം പൂർത്തിയാവാൻ. ഒരു ഓപ്പൺ ഡോം വളരെ മനോഹരമായി എനിക്ക് തോന്നി. ഈ ചുമരുകളിലൊക്കെ ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള മെസ്സേജുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഹ്യൂമാനിറ്റി ഈസ് അവർ മെസ്സേജ് ടു ദ വേൾഡ്.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ വിവിധ ഭാഗത്തുള്ള വിശിഷ്ട വ്യക്തികൾ സന്ദർശിച്ച ഫോട്ടോ ഇവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് വത്തിക്കാൻ മാർപ്പാപ്പയുടെ സന്ദർശന ഫോട്ടോ. അതുപോലെ ഇന്ത്യയിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികൾ സന്ദർശിച്ച ഫോട്ടോയും അതുപോലെ യോഗിമാർ സന്ദർശിച്ച ഫോട്ടോയും നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പെരുന്നാൾ നോമ്പുതുറ സമയത്ത് ഈ പീരങ്കി പൊട്ടിച്ചിട്ടാണ് അവർ നോമ്പുതുറ സമയം കണക്കാക്കുന്നത്. നോമ്പുതുറ സമയത്ത് ഏകദേശം 15,000-ഓളം പേർക്കാണ് ഇവിടെ ദിവസവും ഭക്ഷണം കൊടുക്കുന്നത്. അതിലെ കുറച്ച് പഴയ ചിത്രങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്യാം. ഇത് ഈ വർഷം തന്നെ നടന്ന ഒരു നോമ്പുതുറയുടെ ചിത്രങ്ങളാണ്. വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്. അതിൽ ഖജൂർ, ബിരിയാണി, ഫ്രൂട്ട്സ്, സലാഡ്, വെള്ളം അതൊക്കെയാണ് പ്രധാനമായും ഉണ്ടാകുക. അങ്ങനെ ബേസ്മെൻറ്റിലൂടെ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇത് അവസാനം എത്തിയിരിക്കുകയാണ്. ഈ എസ്കലേറ്റർ ചെന്ന് കയറുന്നത് ഷെയ്ഖ് സയദ് മോസ്കിൻ്റെ മുന്നിലാണ്. ഇതാണ് ഹിസ് ഹൈനസിൻ്റെ മിഷന് മുന്നിൽ ലോകത്തിന് മുന്നിൽ സമ്മാനിച്ച ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക്. ഇതാണ് വിശ്വാസത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും ചരിത്രപരവും ആധുനികവുമായ ഇസ്ലാമിക ലോകത്തിൻ്റെ വൈവിധ്യങ്ങളിലൊന്ന് ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്ക്. ഒരുപാട് കാഴ്ചകൾ വരാനിരിക്കുന്നതേയുള്ളൂ. ആ കാഴ്ചകളൊക്കെ വൈകാതെ നിങ്ങളിലേക്കെത്തും. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.